ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ വലിയ പണി ഉണ്ടായിരുന്നില്ല അല്ലെ. ഇപ്പൊ സപ്പോസ് 3, 5, 7 ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്നെണ്ണത്തിന്റെ സമ്മ് അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഇതിന്റെ മിഡിൽ ടേമിനെ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ടോട്ടൽ എത്ര ഉണ്ട്, 3 അല്ലേ. അപ്പൊ മിഡിൽ ടേം ആയിട്ടുള്ള 5 × 3 ചെയ്താൽ മതിയായിരുന്നു, ആണോ? അപ്പൊ നമുക്ക് ഓഡ് നമ്പർ ആവുമ്പോൾ നമുക്ക് പ്രശ്നമില്ല അല്ലെ. ഓഡ് നമ്പർ ആവുന്ന ടൈമിൽ നമുക്ക് എന്തുണ്ടായിരുന്നു, ഈ ഒരു വഴിയുണ്ട്. ഇനിയിപ്പോ ഇങ്ങനെയാണെങ്കിലോ, 3, 5, 7, 9, ഒരു 11. ഇപ്പൊ അരിത്തമാറ്റിക് സീക്വൻസ് ആണല്ലോ. ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മാണ് ഇതിലെ മിഡിലാണ്, നടുകിലുള്ള ടേം അല്ലെങ്കിൽ മിഡിൽ പദം, നടുകിലുള്ള പദം ഏതാണ്? 7 അല്ലേ. അപ്പൊ ഇതിന്റെ സം എങ്ങനെ കാണാ, 7 ഇൻറ്റു ടോട്ടൽ എത്ര ഉണ്ട്, 5 അല്ലേ. 5 ചെയ്താൽ മതി, 35 ആയിരിക്കും ഇതൊക്കെ കൂടെ കൂട്ടിയാൽ കിട്ടുക. ഓക്കെ, അതേമാതിരി 15 ആയിരിക്കും ഇതൊക്കെ കൂടെ കൂട്ടിയാൽ കിട്ടുക. അപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് സമ്മ് കാണാൻ എന്ത് ചെയ്താൽ മതി, മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, ഇതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, തുക കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ മിഡിൽ ഏതാണ്, നടുവിൽ ഏതാണ് നോക്കുക, ആ നടുവിലുള്ള പദം ഇൻറ്റു ടോട്ടൽ എത്ര ടേംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പദം ഉണ്ട്, ആ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഓഡ് നമ്പർ ആവുമ്പോൾ നമുക്ക് അതിൽ പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഉണ്ടാവില്ല കരുതുന്നു. ഓക്കെ, ഇനി ഈവൻ നമ്പേഴ്സിനെ കുറിച്ചിട്ട്, ഈവൻ നമ്പർ ഓഫ് ടേംസ് ആവുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിരുന്നു. അപ്പോൾ ഓഡ് നമ്പർ ആവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കാം. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഈ സെക്ഷനിൽ നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ചെയ്തത് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞൊരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് ചെയ്തത് ഈ ഒരു സെറ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഈവൻ നമ്പറിന്റെ കേസിൽ എന്താ സംഭവിക്കുക നോക്കാം. ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ എന്തുണ്ടാവും, അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളാണ് എണ്ണം അല്ലെ, ആകെ പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യകളാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. അപ്പൊ സപ്പോസ് 3, 5, 7, 9 ഇതിൽ 4 പദങ്ങളാണുള്ളത് അല്ലെങ്കിൽ 4 ടേം ആണുള്ളത്. ഇതിന്റെ മിഡിൽ ടേം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പറ്റുമോ, അല്ലെ? ഇതിനൊരു മധ്യഭാഗം ഇല്ല, കറക്റ്റ്. ഓക്കെ, ഇല്ലല്ലോ. ഇവിടെ നമുക്ക് 5 ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് 7 ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് അങ്ങനെ ഒരാളെ കാണിക്കാനില്ല. ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റും, അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൊടുക്കാൻ പറ്റില്ല. പകരം ശ്രദ്ധിച്ചോ, അതിന് നമ്മളൊരു വഴിയുണ്ട്. അപ്പൊ വഴി എങ്ങനെ വരുന്നെന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നോ? ഈ 3ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ 12 കിട്ടും. ഓക്കെ, അതിൽ ഡൗട്ടില്ലല്ലോ. അതേമാതിരി 5ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതും എന്ത് തന്നെയാണ്, 12 ആണ്. അപ്പൊ ശരിക്കും നമുക്ക് എന്ത് ചെയ്താൽ മതി, 12 × 2 അല്ലെ, 2 വട്ടം 12 കൂട്ടിയത്, 12ഉം 12ഉം കൂട്ടിയ പോരെ നമുക്ക് ടോട്ടൽ ആകെ ഈ 4 തുക അല്ലെങ്കിൽ ഈ 4 ടേംസിന്റെ സം എന്ന് പറയുന്നത് 2 വട്ടം 12 കൂട്ടിയത് അല്ലെങ്കിൽ 2 × 12 24 ആയിരിക്കും. അതിൽ ഡൗട്ടില്ലല്ലോ. ഇനി നമുക്കൊരു 6 എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമുക്ക് 3, 5, 7, 9, 11, 13 ഇതൊരു ഓക്കെ ആണോ? ഇതിൽ എത്ര ഉണ്ട്, 6 ഉണ്ട്. അപ്പൊ ഇതിലും എന്താണ്, ഇത് 4 ടേംസ് ആവുമ്പോഴാണ് കേട്ടോ ഈ പറഞ്ഞത്. ഇനി ഇതെന്താണ്, 6 ടേംസ് ആവുമ്പോൾ നമുക്ക് എന്ത് പറ്റും നോക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് അതുപോലെ പറഞ്ഞൂടെ, 13ഉം 3ഉം. ഓക്കെ, നമ്മൾ രണ്ടറ്റത്തു നിന്നും തുടങ്ങാൻ ചെയ്യുക. 13ഉം 3ഉം കൂട്ടി എന്ത് കിട്ടും, 16 കിട്ടും. ഓക്കെ ആണോ? അതുപോലെ 5ഉം 11ഉം കൂട്ടി എന്ത് കിട്ടും, 16 കിട്ടും. ഓക്കെ, 7ഉം 9ഉം കൂട്ടിയാൽ എത്ര കിട്ടും, 16 കിട്ടും. ഒരു ഐഡിയ കിട്ടിയോ? ഇവിടെ നമുക്ക് 2 12 ആയിരുന്നു, പകരം നമുക്ക് ഇവിടെ 3 16. അപ്പൊ ഈ 6 ടേംസിന്റെ സമ്മ് അല്ലെങ്കിൽ ഈ 6 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, 3 × 16 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ എന്ത് വരും, 48 എന്ന് വരും. ഓക്കെ, ആൻസർ എന്തോ ആയിക്കോട്ടെ, ഐഡിയ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടൈമിൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്ക്. നമ്മള് ഇത് കൂട്ടിയപ്പോൾ ഈ 2 പെയർ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സമ്മ് 12. അങ്ങനത്തെ എത്ര ഉണ്ടായിരുന്നു, 2 എണ്ണം. ഇവിടെ 2 എണ്ണം വരാൻ കാരണം എന്താണ്, ടോട്ടൽ 4 എണ്ണം. അതിനെ നമുക്ക് എത്ര പെയർ ആക്കാം, അല്ലെങ്കിൽ എത്ര ജോഡികളാക്കാം, 3ഉം 9ഉം ഒരു ജോഡി, 5ഉം 7ഉം ഒരു ജോഡി, അങ്ങനെ നമുക്ക് 2 ജോഡികൾ. അപ്പോൾ 12 × 2 എന്ന് വരും. ഇവിടെ മൊത്തത്തിൽ 6 ടേം. നമുക്ക് ഈ 6 എണ്ണത്തിന് എത്ര ജോഡികളാക്കാം, 3 ജോഡികളാക്കാം. അപ്പൊ 3 × 16 ഒരു ജോഡിയുടെ തുകയായിട്ടുള്ള എന്ത് ചെയ്താൽ മതി, 16 കൊണ്ട് ഗുണിച്ചാൽ മതി.
ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കരുതുന്നു. വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാട്ടോ. 5, 10, 15, 20, 25, 30. ഇപ്പൊ ഇത്രയും നമ്മൾ എടുത്ത് വിചാരിക്കുക. ഇതിൽ എത്ര ടേം ഉണ്ട്? 6 ടേം ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഈവൻ നമ്പർ ഓഫ് ടേം ആണ് അല്ലെ? 6 ടേംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സമ്മോള് കണ്ടുനോക്കാം. ഇതെന്ത് വരും? 30ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 35. ഓക്കെ ആണോ? 10ഉം 25ഉം കൂട്ടിക്കഴിഞ്ഞാൽ 35. ഓക്കെ, അതേമാതിരി 15ഉം 20ഉം കൂട്ടിക്കഴിഞ്ഞാൽ 35. ഓക്കെ, അപ്പൊ നമുക്ക് സമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മ് ടോട്ടൽ 6 ടേം ആണ്. ഇവിടെ എത്ര ജോഡി ഉണ്ട്? ഒരു ജോഡി 5ഉം 30ഉം, മറ്റൊരു ജോഡി 10ഉം 25ഉം, മറ്റൊരു ജോഡി 15ഉം 20ഉം. അങ്ങനെ എത്ര ജോഡി ഉണ്ട്? 3 ജോഡി ഉണ്ട്. അപ്പൊ 35 ഇൻറ്റു 3 ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പൊ ഇത് വരും 105 എന്ന് വരും സമ്മ്. ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കരുതുന്നു. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് കേസിൽ നമുക്ക് ഒന്നും ആലോചിക്കാല്ല. മിഡിൽ ടേം ഇൻറ്റു അല്ലെങ്കിൽ സെൻട്രൽ ആരാണോ കിടക്കുന്നത് അത് ഇൻറ്റു ടോട്ടൽ അവിടെ എത്ര ഉണ്ട് നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ 7 ആണെങ്കിൽ 7 ടേം ആണുള്ളെങ്കിൽ നമ്മൾ 7ന്റെ മിഡിൽ ടേം ആയിട്ടുള്ള 4ാമത്തെ ടേം ഇൻറ്റു 7 ചെയ്താൽ നമുക്കിത് കിട്ടും. ഓക്കെ, ഇനി ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം നമുക്ക് ജോഡികളാക്കി തിരിക്കാം. ഓക്കെ, ജോഡികളാക്കി തിരിക്കാം. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. 5, 10 ഇതേ സാധനം കേട്ടോ. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. 20, 25, 30. ഓക്കെ, ചോദിക്കട്ടെ. 5ഉം 30ഉം കൂട്ടിയപ്പോൾ നമുക്ക് 35 കിട്ടി. ഓക്കെ, ഇനി ഈ 5 കൂടെ ഞാനൊരു എന്ത് ചെയ്തു? 5 കൂടെ ഞാൻ ഒരു 5 കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 10ആയി. അതേമാതിരി ഇവിടെ നമ്മൾ 30ന്ന് ഒരു 5 കുറച്ചു. അപ്പൊ നമ്മുടെ സമ്മിന് മാറ്റം വരില്ലല്ലോ. ഓക്കെ, ഇത് 35ആണ് സമ്മെങ്കിൽ ഇവിടെ നമ്മൾ 5 കൂട്ടും ചെയ്തു, ഇവിടെ നമ്മൾ 5 കുറക്കും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെയും സം എന്ത് വന്നത്? 35 വന്നത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എത്തിയപ്പോൾ ഒരു 5 കൂട്ടി, ഇങ്ങോട്ട് വീണ്ടും ഒരു 5 കുറച്ചു. അപ്പൊ ഇതൊന്നും മാറുന്നില്ല. മാറുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് വീണ്ടും ഇത് കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 35. ഇങ്ങനെയാണ് ആ 35 വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ശരിക്കും ടേം കണക്ഷൻസ് എന്നുള്ള സെക്ഷനിൽ ഫസ്റ്റത്തെ ഭാഗം നമ്മളെ ഫസ്റ്റത്തെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തത് ഇത് വെച്ചിട്ടായിരുന്നു. ഓഡ് നമ്പറിന്റെ കേസിൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം ആയിരുന്നു. ഈവൻ നമ്പർ ഓഫ് കേസിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ പകുതി എണ്ണം ജോഡികൾ. 6 ടേം ആവുമ്പോൾ 3 ജോഡിയായിരുന്നു ആണോ? 4 ടേം ആവുമ്പോൾ 2 ജോഡി. അപ്പൊ 8 ടേംസ് ആവുമ്പോൾ എത്ര ജോഡി? 8 പദങ്ങളാവുമ്പോൾ എത്ര പേരുണ്ടാവും? 4 പേരുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന റിസൾട്ട് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഇഫ് വൺ പൊസിഷൻ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് അനദർ പൊസിഷൻ ഈസ് ഡിക്രീസ്ഡ് ബൈ ദ സെയിം എമൗണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. 5, 10, 15, 20, 25, 30. ഓക്കെ, ഇതിന്റെ സമ്മ് 5ഉം 30ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 35 എന്ന് കിട്ടിക്കണു. ഇനി ഇത് വായിച്ചു നോക്ക്. ഇഫ് വൺ പൊസിഷൻ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് അനദർ പൊസിഷൻ ഈസ് ഡിക്രീസ്ഡ് ബൈ ദ സെയിം എമൗണ്ട്. ഒരു പൊസിഷനെ നമ്മൾ ഇൻക്രീസ് ചെയ്തു സെയിം എമൗണ്ടിൽ. ഇപ്പൊ +5 അല്ലെ 5 കൂട്ടി. അതേമാതിരി ഇപ്പുറത്ത് ഇവിടെ നമ്മൾ ഇത് രണ്ടുമല്ലേ പെയറാ എടുത്തത്, അതിന് നമ്മളൊരു 5 കുറക്കും ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ബാക്കി 2 പൊസിഷനിലുള്ള ആ ടേംസിന്റെ സം എന്ന് പറയുന്നതും എന്ത് തന്നെ ആയിരിക്കും എന്ന് പറയുന്നത്? 35 തന്നെ ആയിരിക്കും. 10ഉം 25ഉം കൂട്ടിയാലും 35 ആയിരിക്കും. ഇതാണ് ഈ റിസൾട്ട് പറയുന്നത്. വായിച്ചു നോക്കി. ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഇഫ് വൺ പൊസിഷൻ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് അനദർ പൊസിഷൻ ഈസ് ഡിക്രീസ്ഡ് ബൈ ദ സെയിം എമൗണ്ട് ദ സം ഓഫ് ദ ടേംസ് അറ്റ് ദീസ് പൊസിഷൻ ഡു നോട്ട് ചേഞ്ച്. അല്ലെ? അപ്പൊ നമുക്ക് പുതിയ കിട്ടിയ പൊസിഷനിലുള്ള സം ഓഫ് ടേംസും ചേഞ്ച് ചെയ്യൂല. അത് തന്നെ ആയിരിക്കും. 35 തന്നെ ആവുന്നത്. ഓക്കെ, ശരിക്കും എല്ലാം ഒറ്റ കാര്യമാണ്. അതിന് മലയാളത്തിലാണെങ്കിൽ ഒരു സമാന്തര ശ്രേണി വെച്ച് കഴിഞ്ഞാൽ അരിത്തമാറ്റിക് സീക്വൻസ് ഒരു സമാന്തര ശ്രേണിയിലെ ഒരു സ്ഥാനം കൂട്ടുകയും മറ്റൊരു സ്ഥാനം അത്ര തന്നെ കുറയ്ക്കുകയും ചെയ്താൽ ആ സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുക മാറുന്നില്ല. ഇല്ലല്ലോ? കറക്റ്റ് അല്ലേ? ഇനി അടുത്ത കാര്യം നമ്മൾ രണ്ടാമത് പറഞ്ഞ അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് കേസിൽ സമ്മ് കാണാനുള്ള വഴി എന്ന രീതിക്ക് പറയുന്നതാണ്. ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് 2 പൊസിഷൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അതർ 2 പൊസിഷൻ ദെൻ ദ സം ഓഫ് ടേം അറ്റ് ഈച്ച് പെയർ ഈസ് സെയിം. അപ്പൊ അതുകൂടെ ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ. ഈ ഒരു എക്സാമ്പിൾ തന്നെ. 5, 10, 15, 20, 25, 30. ക്ലിയർ ആണോ? ഇതേതാ പൊസിഷൻ? ഫസ്റ്റ് പൊസിഷൻ.
ഇത് സെക്കൻഡ് പൊസിഷൻ, ഇത് തേർഡ് പൊസിഷൻ, ഇത് ഫോർത്ത് പൊസിഷൻ, ഇത് ഫിഫ്ത്ത് പൊസിഷൻ, ഇത് സിക്സ്ത് പൊസിഷൻ. ഓക്കെ, അതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഈ പൊസിഷനുകളുടെ സമ്മ് ഇപ്പൊ നമ്മൾ എങ്ങനെയാ പെയറാക്കി ഉണ്ടായിരുന്നത്? 5ഉം 30ഉം അല്ലേ? അപ്പോ അവ നിൽക്കുന്ന പൊസിഷൻ ഏതൊക്കെയാണ്? 1ഉം 6ഉം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ആൻഡ് സിക്സ്ത് ഇതൊരു പെയറാണ് ആണോ? ഇതിന്റെ സമ്മ് നമുക്ക് എന്ത് കിട്ടും? 35 കിട്ടും. അപ്പം ഇനി അപ്പൊ ഒരു പെയർ ഇതാണ്, ഒന്നാമത്തെ 6ാമത്തെ. അടുത്ത പെയർ ഏതാണ്? രണ്ടാമത്തെയും 5ാമത്തെയും. ഓക്കെ, സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത്. ക്ലിയർ ആണോ? അടുത്ത പെയർ ഏതാണ് നോക്ക്? തേർഡ് ആൻഡ് ഫോർത്ത്. ഓക്കെ, തേർഡ് ആൻഡ് ഫോർത്ത് ഇവരുടെയൊക്കെ സമ്മ് ഈക്വൽ ആണ്. ഇപ്പൊ ഇവരുടെ സമ്മ് ഈക്വൽ ആണ്. നമുക്ക് ഇങ്ങനെ വരച്ച് നോക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ നോക്കിയാൽ മതി. ഈ പെയേഴ്സിന്റെ ഒക്കെ സമ്മ് ഈക്വൽ ആണെങ്കിൽ ഈ പൊസിഷനുകൾ കൂട്ടിയാൽ സെയിം ആൻസർ ആവും കിട്ടുക. 1ഉം 6ഉം കൂട്ടിയാൽ 7 അല്ലേ? നോക്ക്, 2ഉം 5ഉം കൂട്ടിയാലും 7 അല്ലേ? 3ഉം 4ഉം കൂട്ടിയാലും 7 അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സെയിം സമ്മ് കിട്ടുള്ളൂ. അപ്പൊ അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് ടു പൊസിഷൻസ് ഈസ് ഈക്വൽ ടു സം ഓഫ് അതർ ടു പൊസിഷൻ, അല്ലെ? ഈ രണ്ട് പൊസിഷനുകളുടെ സം എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ സം ഓഫ് ടേംസ് അറ്റ് ഈച്ച് പെയർ ഈസ് ഓൾസോ സെയിം, അല്ലെ? ആ പൊസിഷനുകളിലുള്ള ടേംസും സെയിം സമ്മ് അല്ലെങ്കിൽ സെയിം തുക തന്നെ ആയിരിക്കും തരാന്ന്. അതിന് മലയാളത്തിലും പറഞ്ഞിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് സ്ഥാനങ്ങളുടെ തുക മറ്റ് രണ്ട് സ്ഥാനങ്ങളുടെ തുകക്ക് തുല്യമാണെങ്കിൽ സ്ഥാനങ്ങളുടെ തുക, അതായത് പൊസിഷൻസ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം, ഓക്കെ, അത് സെയിം ആണെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ പെയേഴ്സിന്റെ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഈ സെക്ഷനിലെ പ്രോബ്ലം അതേമാതിരി ഈ ചാപ്റ്ററിലെയും ലാസ്റ്റ് സെറ്റ് ഓഫ് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 4 അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് 100, അല്ലെ? അപ്പോൾ 4 അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ 4 സമാന്തര ശ്രേണി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആയിരിക്കണം. അപ്പോൾ എന്തുണ്ട്? ആദ്യത്തെ 4 പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളത്? 100 കിട്ടണം. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ്? 4 പദങ്ങളാണ്. അപ്പൊ ഇതെന്താണ്? ഈവൻ നമ്പറിന്റെ കേസ് ആവും നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ 4 ടേം ആവുമ്പോൾ നമുക്ക് അതിനെ എത്ര പെയറാക്കി തിരിക്കാം? ഓക്കെ, എത്ര പെയറാക്കി തിരിക്കാം? 2 പെയറാക്കി തിരിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 4 ടേംസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 4 പെയേഴ്സ്, അല്ലെ? 4 പെയേഴ്സ് ആക്കി തിരിക്കാം. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു ഓരോ പെയറും ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഞാൻ അതിന്റെ ഒന്നിന്റെ സം ഇപ്പൊ എസ് ആണ് വിചാരിക്കുക. അപ്പൊ മറ്റേതിന്റെ സം എന്താവും? എസ്. അപ്പൊ 4 ടേം ഉണ്ടെങ്കിൽ നമുക്ക് 2 പെയറാ കിട്ടുക. അപ്പൊ ഈ 2 ഇൻറ്റു എസ് ചെയ്ത് കഴിഞ്ഞാലാവും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവുക? സമ്മായിട്ടുള്ള 100 കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ഒരു പെയറിന്റെ സമ്മ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 100/2 എന്ന് വരും, 50 എന്ന് വരും. അപ്പോ നമ്മൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി? ഇവിടെ ഉള്ള ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 50 കിട്ടണം. അതേമാതിരി ഈ സെന്ററത്തെ 2 കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടണം? 50 കിട്ടണം. ഈ രീതിക്ക് നമുക്ക് 4 സീക്വൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കൂടെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സെന്ററിലെ ടേം എഴുതുന്നുണ്ട്. ഇപ്പൊ സെന്ററിൽ ഞാനിതാ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്, 20ഉം 30ഉം എടുത്തുട്ടോ. 4 ടേം ആണുള്ളത്. 20ഉം 30ഉം സെന്ററിൽ എടുത്തു. ബാക്കി നമുക്കിത് കൂട്ടിയാൽ 50 ആണല്ലോ. അപ്പൊ ആ കണ്ടീഷൻ ഓക്കെ അല്ലെ? കൂട്ടിയാൽ 50 കിട്ടുന്നുണ്ട്. ഇനി ഈ എൻഡിലുള്ള കൂടിയും കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കലി 50 കിട്ടും. ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് ഇവിടെ എന്താ ആഡ് ചെയ്തത്? 10 അല്ലേ? ആണോ? 20 കൂടെ 10 കൂട്ടിയപ്പോൾ 30. അപ്പൊ നമ്മുടെ തൊട്ട് മുന്നത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 10 കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ എന്ത് വരും? 10 എന്ന് വരും. ഓക്കെ, ഇവിടെ എന്ത് വരും? 10, 20, 30. വീണ്ടും ഒരു 10 കൂട്ടിയാൽ 40. ഓക്കെ അല്ലേ? ഓട്ടോമാറ്റിക്കലി ഇത് ശരിയാവും. 10ഉം 40ഉം കൂട്ടിക്കഴിഞ്ഞാലും 50, 20ഉം 30ഉം കൂട്ടിക്കഴിഞ്ഞാലും 50. അപ്പോ ഫസ്റ്റ് സീക്വൻസ് ആയിട്ടുണ്ട്. 10, 20, 30, 40. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇതാണ്. രണ്ടാമത്തെ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? സെന്ററിൽ നമുക്ക് സം 50 വരുന്ന ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് എടുത്താൽ പോരെ? നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 24ഉം 26ഉം എടുത്തൂടെ? ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 50 അല്ലേ? ഇനി നമുക്ക് ഇതിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്താണ് ഇവിടെ കൂട്ടിപ്പോകുന്നത്? 24ന്ന് 26 ആവാൻ 2ആണ് ആഡ് ചെയ്തത്. അപ്പോൾ അടുത്ത ടേം എന്താവും? 28. തൊട്ട് മുന്നത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വീണ്ടും ഒരു 2 കുറച്ചാൽ മതി, 22. ഇത് ആഡ് ചെയ്ത് നോക്കി, 22, 28 എഴുതിയാലും 50 ആണ്. അപ്പോൾ ആ കണ്ടീഷൻ ഓക്കെ. ഇനി ഒരു 2 കൂടി എഴുതണം. നമ്മളിതാ അതേമാതിരി സമ്മ് വരുന്ന
23ഉം 27 എടുത്തു. ഇത് കൂട്ടിയാലും 50 അല്ലേ? അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്താ ആഡ് ചെയ്യുന്നത്? 23 കൂടെ 4 ആഡ് ചെയ്തപ്പോൾ 27 ആയി. അപ്പൊ വീണ്ടും അടുത്ത ടേം ഇട്ട് എന്ത് ചെയ്താൽ മതി? ഒരു 4 കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 31. ഇവിടെ തൊട്ട് മുന്നത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒരു 4 കുറയ്ക്കുക ആണോ? അപ്പൊ എന്ത് വരും? 19 എന്ന് വരും. ക്ലിയർ ആണോ? ഇതാണ് അടുത്തത്. ഇനി ഒരു 4 സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോ 4 സമാന്തര ശ്രേണി എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. 3 ഒന്നും കൂടി എടുത്തു നോക്കാം. നമ്മൾ മിഡിലില് എന്ത് ആക്കിയാൽ മതി? സം 50 ഉള്ളത് എടുക്കുക. അടുത്തത് ഇനി നമുക്ക് ഏതെടുക്കാൻ പറ്റും? ഒരു 21ഉം 29 ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? സം 50 അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ കോമൺ ഡിഫറൻസ് 21 കൂടെ എന്ത് കൂട്ടിയപ്പോഴോ 29 ആയത് 8. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 8 കുറച്ചാൽ മതി. 21 8 കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 13 വരും. ഓക്കെ, 29 കൂടെ കോമൺ ഡിഫറൻസ് 8 ആണല്ലോ. അപ്പൊ 8 കൂട്ടുക, അടുത്ത ടേം കൂട്ടാൻ 29 8 എന്ത് വരും? 37. അപ്പൊ നമുക്ക് 4 സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് എഴുതുന്നു. ഓക്കെ, മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ദ ഫസ്റ്റ് ടേം ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 5. ഇപ്പൊ ഏതോ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാമത്തെ പദം തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 5 ആണ്. ആൻഡ് സം ഓഫ് ഫസ്റ്റ് 6 ടേം അല്ലെ, ആദ്യത്തെ 6 ആൾക്കാരെ സം ഓഫ് ആദ്യത്തെ 6 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. എത്രയാണ്? ഫസ്റ്റ് 6 ടേംസ് എത്ര തന്നിട്ടുണ്ട്? 105 തന്നിട്ടുണ്ട്. ഇനി കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 6 ടേംസ്. അപ്പൊ ആ ടേംസ് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക എന്ത് നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? 6 ടേംസ് ആണുള്ളത്. ഓക്കെ, അതില് ആദ്യത്തെ ആളെ തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? ഫസ്റ്റത്തെ ആൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ആളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 5. ഇനി ഇതൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 105. അപ്പോ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഈ 6 ടേംസിനെ നമുക്ക് എത്ര പെയറാക്കി തിരിക്കാം? 3 തിരിച്ചൂടെ? 3 തിരിക്കാൻ പറ്റുമോ? പറ്റും. എത്ര പേരുണ്ടാവും? 3 പെയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഈ 3 പെയേഴ്സിൽ 3 ജോഡികൾ ഉണ്ടാവും. അപ്പൊ ആ 3 ജോഡികളില് നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു ഓരോ ജോഡികളുടെയും തുക തുല്യമായിരിക്കും. അപ്പൊ 3 ഇൻറ്റു ഒന്നിന്റെ തുക നമ്മൾ എസ് എന്ന് വിളിക്കുകയാണെങ്കിൽ അപ്പൊ 3 കൂടി 3 ഇൻറ്റു എസ് 3s ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 105 കിട്ടും. അപ്പോ ഒരു ജോഡിയുടെ അല്ലെങ്കിൽ ഒരു പെയറിന്റെ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 105/3 ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പൊ എന്ത് വരും? 35 വരും. ഓക്കെ, അപ്പൊ സം എന്ത് വരണം? 35 വരണം. അതായത് ഈ തുക 35 വരണം. അപ്പോ ഫസ്റ്റത്തെ ആള് 5 ആണെങ്കിൽ ഇനി തുക 35 വരണം. അപ്പൊ അടുത്തത് എന്ത് വരും? 30. 30 5 35ആയി. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇത് ശരിക്കും ഏതാ ടേം? ഫസ്റ്റ് ടേം ആണ്. നമുക്ക് എന്ത്? 5. ഫസ്റ്റ് ടേം 5 എന്നുണ്ട്. അതേമാതിരി ഇപ്പൊ കിട്ടിയ ടേം ഏതാണ്? 6th ടേം 13 ഉണ്ട്. നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? അല്ലെ, നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന പരിപാടി പോലെ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇപ്പൊ കയ്യിലുള്ളത് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാമത്തെ പദം നമ്മുടെ കയ്യിൽ എത്രയെന്നുണ്ട്? 5 എന്നുണ്ട്. അതേമാതിരി 6th ടേം നമ്മുടെ കയ്യിൽ എത്രയെന്നുണ്ട്? 13 ഉണ്ട്. നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്താ ആഡ് ചെയ്തപ്പോ 5d ആഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? 6th ടേം കിട്ടിയിട്ടുണ്ടാവും. 1 5 6 കറക്റ്റ് അല്ലേ? ഫസ്റ്റ് ടേം ആയിട്ടുള്ള 5ന്റെ കൂടെ 5d ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആറാമത്തെ ടേം ആയിട്ടുള്ള 30 കിട്ടി. ഇത് നമുക്ക് 5d കണ്ടുപിടിക്കാം. 30 മൈനസ് 5 അല്ലെങ്കിൽ 25 എന്ന് വരും. ഇന്ന് d എന്ത് വരും? 25/5 5 എന്ന് വരും. അപ്പൊ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് 5 ആണ്. നമ്മൾ അടുത്ത കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 5 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ ആണോ? അപ്പൊ എന്ത് വരും? 5ഉം 5ഉം 10 15 20 25 30. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ. ഇതാണ് നമ്മൾ തേർഡ് നടന്ന ആൻസർ. ഓക്കെ, 5 10 15 ഇതാണ് നമ്മുടെ സീക്വൻസ്. 5 10 15 20 25 30. ക്ലിയർ ആണ് കരുതുന്നു. ഓക്കെ, മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? സം ഓഫ് 7th ആൻഡ് 8th ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 15. അപ്പോ ഏഴാമത്തെ ആളെയും 7th ടേമും അതേമാതിരി എന്ത് 8th ടേമും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ്. ആദ്യത്തെ 14 ആളുകളുടെ സം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് നേരത്തെ മാതിരി വരച്ചു നോക്കി ചെയ്യലൊന്നും എളുപ്പമല്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ ജസ്റ്റ് ഒരു 6 ആളെ കേസിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? 1 4 5 6 ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏതാ പൊസിഷൻ? ഓക്കെ, ഇവിടെ എന്തുണ്ടായിരുന്നു? ഫസ്റ്റ് പൊസിഷൻ.
ഇതെന്തായിരുന്നു? സിക്സ്ത് പൊസിഷൻ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇത് സിക്സ്ത് ആണ്, 6ാമത്തെ പൊസിഷൻ. അപ്പോൾ ഇവിടെ പൊസിഷനുകളുടെ സമ്മ് നോക്കിയിട്ട് നമ്മൾ ജോഡികളാക്കി, 1ാമത്തെയും ഫസ്റ്റും ആൻഡ് 6ാമത്തെയും ആണോ? അതുപോലെ അടുത്ത ജോഡി ഏത് വരും? 2ാമത്തെയും 5ാമത്തെയും ആണോ? ഇതിൻ്റെയൊക്കെ സമ്മ് ഈക്വൽ ആയിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2ാമത്തെയും 5ാമത്തെയും സമ്മ് ഈക്വൽ ആയിരിക്കും. അതേമാതിരി തേർഡും ഫോർത്തും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് 6 ആവുമ്പോൾ നമുക്ക് ഇത്രയും പേഴ്സ് ആക്കിയിട്ട് നമുക്ക് ഇതിനെ തിരിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. 6 ആവുമ്പോൾ നമുക്ക് എത്ര പെയർ ഉണ്ടായിരുന്നു? 3 പേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെയൊക്കെ സമ്മ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ 14 ആകുമ്പോൾ ടോട്ടൽ എത്ര സം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എത്ര പെയേഴ്സ് ഉണ്ടായിരിക്കും? 7 പെയേഴ്സ് ഉണ്ടാകും. ഓക്കെ, 6 ആവുമ്പോൾ 3 പെയേഴ്സ് ആണോ? അതിന്ന് തന്നെ നമ്മൾ എങ്ങനെയാണ് ആ പെയേഴ്സിനെ അപ്പോൾ ടോട്ടൽ 7 പെയേഴ്സ് ഉണ്ടാവും, വിച്ച് ഹാവ് ടോട്ടൽ 7 പെയേഴ്സ് വിച്ച് ഹാവ് ഈക്വൽ സമ്മ് അല്ലെ? ഈക്വൽ സമ്മുള്ള 7 പേരുണ്ടാവും. ഇനി ആ പെയേഴ്സിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റത്തെ ആൾ എന്തുണ്ടാവും? ഫസ്റ്റ് പൊസിഷൻ ഉണ്ടാവും. ലാസ്റ്റത്തെ ആൾ എന്തുണ്ടാവും? 14th പൊസിഷനും ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ ബാക്കി ഉള്ള ടേംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവരുടെ സമ്മാവിലെ ഈക്വൽ. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാവും? 1ഉം ഫസ്റ്റ് ആൻഡ് 14th ആയിരിക്കും ഒരു പെയർ ആണോ? അടുത്ത പെയർ എന്തൊക്കെയാവും? അടുത്ത പെയർ സെക്കൻഡ് ആൻഡ് 13th ആണോ? അത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 15 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുകയാണോ? 1ഉം 14ഉം 15, 2ഉം 3ഉം 15. ഇനി അതങ്ങനെ ഫില്ല് ചെയ്താൽ പോരെ? 3ഉം 12ഉം തേർഡ് ആൻഡ് 12th. അടുത്തത് ഫോർത്ത് ആൻഡ് എന്ത് വരും? 11th. അതേമാതിരി 5th ആൻഡ് 10th. ഓക്കെ, ബാക്കിയും കൂടി എഴുതുന്നുണ്ട്. 5th ആൻഡ് 10th. അടുത്തത് 6th ആൻഡ് 9th. അതേമാതിരി 7th ആൻഡ് 8th. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇതിന്റെയൊക്കെ സമ്മ് ഈക്വൽ ആയിരിക്കും ആണോ? 1ാമത്തെയും 14ാമത്തെയും ടേം കൂട്ടി എത്രയാണോ കിട്ടുന്നത് അത് തന്നെ ആയിരിക്കും 7ാമത്തെയും 8ാമത്തെയും കൂട്ടിയാൽ കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 7ാമത്തെയും 8ാമത്തെയും കൂട്ടിയാൽ എത്ര കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്? 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 50. അപ്പൊ ഇതെല്ലാതും 50 ആവൂലേ? എന്നിട്ട് എത്ര എണ്ണം ഉണ്ട് ടോട്ടല്? 7 എണ്ണം ഉണ്ട്. അപ്പൊ ടോട്ടൽ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ടോട്ടൽ സം ഓഫ് 14 ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 7 × 50 ചെയ്താൽ മതി. ഓക്കെ ആണോ? 7 × 5 എന്ത് വരും? 35, 350 എന്ന് വരും. ക്ലിയർ ആണോ? ഇത് ഐഡിയ മനസ്സിലാക്കട്ടോ. കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, പഠിച്ചു വെക്കുക, വൃത്തിക്ക് പഠിക്കാട്ടോ. എങ്കിൽ ഫൈനൽ ക്വസ്റ്റ്യൻ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് അരിത്തമാറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. ഇവിടെ ഓരോ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് 4 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ ഓരോ അരിത്തമാറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണം. അതിന്റെ ആദ്യത്തെ 3 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫസ്റ്റ് ടേം ഈസ് 13. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 13 തന്നിട്ടുണ്ട്. അതേമാതിരി സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് അല്ലെ? ആദ്യത്തെ 3 ആളുകളെ കൂട്ടിയപ്പോൾ നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 300 ആണോ? ഇതാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെ? ആദ്യ പദം 30ഉം ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300ഉം ഇത്രയും തന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? 3 പദമാകുമ്പോൾ ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ നമ്മള് ഒറ്റ സംഖ്യകളല്ലേ പദങ്ങളുടെ എണ്ണം. അപ്പൊ ആ 2 കാര്യങ്ങളും അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. അപ്പൊ ശരിക്കും ഇതിന്റെ സമ്മ് നമ്മൾ എങ്ങനെയായിരിക്കും? സം ഓഫ് 3 ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും? മിഡിൽ ടേം ആയിട്ടുള്ള സെക്കൻഡ് ടേം അല്ലെ? രണ്ടാമത്തെ ടേം അല്ലേ? സെക്കൻഡ് ടേം ഇൻറ്റു എന്ത് വരും? ടോട്ടൽ എണ്ണം 3 എന്ന് വരും ആണോ? സം ഓഫ് 3 ടേം തന്നിട്ടുണ്ട് 300 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും? സെക്കൻഡ് ടേം ഇൻറ്റു 3 ആയിരിക്കും. ഇത് നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിച്ചുകൂടാ, അല്ലെങ്കിൽ രണ്ടാം പദം കണ്ടുപിടിച്ചുകൂടാ. എന്താവും? 300/3 എന്ത് വരും? 100 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ രണ്ടാമത്തെ ആളെ നമുക്കിപ്പോ കിട്ടിക്കഴിഞ്ഞു 100 എന്ന്. അതേമാതിരി ഫസ്റ്റ് ടേം ഓൾറെഡി അവർ തന്നിട്ടുണ്ട് 30 എന്ന്. അപ്പൊ നമ്മുടെ സീക്വൻസ് എങ്ങനെയായി? 30 ഉണ്ട്, 100 ഉണ്ട്. അടുത്തതിന് സുഖമായി കണ്ടുപിടിച്ചുകൂടാ. ഇത് കൂടെ എന്ത് കൂട്ടിയാൽ മതി?
കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടൂടെ 30 കൂടെ 70 കൂട്ടിയപ്പോഴാണ് 100 അപ്പൊ വീണ്ടും ഒരു 70 കൂട്ടുക അപ്പൊ 170 എന്ന് വരും. ക്ലിയർ ആണോ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ ആണോ? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫസ്റ്റ് ടേം ഈസ് 13. ആദ്യത്തെ പദം അവിടെയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 13. അതേമാതിരി ആദ്യത്തെ 4 കൂട്ടിയപ്പോ എത്ര കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത്? 300. 1 2 3 4 ഇത് കൂട്ടിയപ്പോ നമുക്ക് 300 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 30 ആണെന്ന്. അപ്പൊ ഇത് വെച്ചിട്ട് ഇത് ഈവൻ നമ്പർ അല്ലേ? 4 ടേം അല്ലേ? 4 ടേം ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മറ്റേത്, അതായത് ഈ ജോഡികളാക്കി തിരിക്കുക. ഇതും കൂട്ടിക്കഴിഞ്ഞാലും ഇതും കൂട്ടിക്കഴിഞ്ഞാലും സെയിം ആവും. അതായത് ടോട്ടൽ 2 പേരുണ്ടാവും. അപ്പൊ ഒന്നിന്റെ സമ്മിനെ നമ്മൾ എസ് എന്ന് വിളിക്കുകയാണെങ്കിൽ 2 ഇൻറ്റു എസ് ആയിരിക്കും എന്ത്? 300. അപ്പൊ നമുക്ക് ആ എസ് ഇപ്പൊ ജോഡികളുടെ സമ്മ് കണ്ടൂടെ? 300/2 എന്ന് വരും. അതെന്ത് വരും? 150 ആയിരിക്കും എന്ത്? ജോഡികളുടെ സമ്മ്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ 30 ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളതും കൂടി രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 150 കിട്ടണം. അപ്പൊ ഇവിടെ 30 ഉണ്ടെങ്കിൽ ബാക്കി ഇവിടെ എന്തുണ്ടാവും? 120. ഓക്കെ ആണോ? ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? അല്ലേ? കണ്ടുപിടിച്ചൂടെ? നമുക്ക് ഫസ്റ്റ് ടേം എന്തറിയാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടേം എത്രയാണെന്ന് അറിയാം? 30 ആണെന്ന് അറിയാം. അതേമാതിരി ഫോർത്ത് ടേം ഇപ്പൊ നമുക്ക് കിട്ടി എത്രയാണെന്ന്? 120 ആണെന്ന്. നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഫസ്റ്റ് ടേമിന്റെ കൂടെ 3D ആഡ് ചെയ്തപ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവുക? ഫോർത്ത് ടേം കിട്ടിയിട്ടുണ്ടാവുക അല്ലെ? 1 3 4. അപ്പൊ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 30ഉം 3Dയും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 120 കിട്ടി. ഓക്കെ, അപ്പൊ 3D എന്ന് വെച്ചാൽ എന്ത് വരും? 120 മൈനസ് 30 എന്ന് വരും. അപ്പൊ 3D എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 90 വരും. D എന്ന് വെച്ച് കഴിഞ്ഞാൽ 90/3 എന്ന് വരും. എന്ത് വരും? 30 എന്ന് വരും. അപ്പൊ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 30 ആയിരിക്കും. അപ്പൊ അടുത്ത ടേം എന്ത് വരും? 30 കൂടെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരും? 30 കൂടെ 30 വരും. അതിൽ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് 30 അല്ലേ? 30ഉം 30ഉം 60 വരും. 60 30ഉം 90 വരും. 90 30ഉം 120 വരും. ക്ലിയർ ആണോ? ഇതായിരിക്കും കേട്ടോ രണ്ടാമത്തെ ആൻസർ. അടുത്തതെന്ന് വന്നിട്ടുണ്ട് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഉണ്ടോ ചെയ്യാനുള്ളത്? 3. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 13. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 13. അതേമാതിരി എന്ന് തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടും തന്നിട്ടുണ്ട്? 300 തന്നിട്ടുണ്ട്. ആദ്യത്തെ ആളിൽ തന്നിട്ടുണ്ട് 30. ഓക്കെ, ഇത് ശരിക്കും എന്താണ്? ഓഡ് നമ്പർ ഓഫ് ടേം അല്ലേ? 5 തന്നിട്ടുള്ളത്. ഓക്കെ, 5 കുറിച്ചിട്ടാണ്. അപ്പോൾ ഓഡ് നമ്പർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേം ആയിട്ടുള്ള തേർഡ് ടേം ഇൻറ്റു 5 എന്ന് പറയുന്നതായിരിക്കും 300. അതൊന്ന് നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ത് വരും? 300/5 എന്ന് വരും. ക്ലിയർ ആണോ? തേർഡ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 എന്ന് വരും. അപ്പോൾ തേർഡ് ടേം നമുക്ക് കിട്ടി. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 60 എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടി 60 എന്ന്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? കാരണം നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടേമും ഉണ്ട് തേർഡ് ടേമും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ടേം 30ഉം ഉണ്ട്, തേർഡ് ടേം 60ഉം ഉണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേമിന്റെ കൂടെ 2D ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? തേർഡ് ടേം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 30ന്റെ കൂടെ 2D ആഡ് ചെയ്തപ്പോൾ നമുക്ക് 60 കിട്ടി. അപ്പൊ 2D എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 60 മൈനസ് 30. ഓക്കെ, അല്ലെങ്കിൽ 30 എന്ന് വരും. D എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 30/2 15 ആയിരിക്കും. എന്ത് കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 15. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സീക്വൻസ് നമുക്ക് സുഖമായി കംപ്ലീറ്റ് ചെയ്തൂടെ? ഇവിടെ 30 ഉണ്ട്. 30 കൂടെ 15 കൂട്ടിക്കഴിഞ്ഞാൽ 45. 45 കൂടെ 15 കൂട്ടിക്കഴിഞ്ഞാൽ 60. 60 കൂടെ 15 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 75. ഇങ്ങനെ പോകുന്ന സീക്വൻസ്. ആദ്യത്തെ 3 ചോദിച്ചിട്ടുള്ളൂ. നമ്മളിപ്പോൾ 4 എഴുതി കഴിഞ്ഞു. ഇതാണ് ആൻസർ. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ വൺ. ആദ്യത്തെ 6 സമ്മ തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? 6 ഫസ്റ്റ് 6 ടേംസിന്റെ തന്നിട്ടുണ്ട്. എന്ത് 600. അതേമാതിരി ഫസ്റ്റ് ടേം എല്ലാത്തിലും 13 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം 13 തന്നിട്ടുണ്ട്. അതേമാതിരി 6 സമ്മ് എത്രയും തന്നിട്ടുണ്ട്? സമ്മ് 300 തന്നെ. അപ്പൊ ഇതിനി നമുക്ക് പെയറാക്കി തിരിക്കാം. എത്ര പെയറുണ്ടാവും? 3 പെയേഴ്സ് ഉണ്ടാവും. ഓക്കെ ആണോ? അപ്പോൾ ഒരു പെയർ എസ് ആണെങ്കിൽ എന്താ 3 എസ് ഉണ്ടാവും. അപ്പോൾ 3 ഇൻറ്റു എസ് ആയിരിക്കും 300. ഇത് നമുക്ക് ഒരു പെയറിന്റെ സമ്മ് കണ്ടുപിടിച്ചൂടെ? ഒരു പെയറിന്റെ സമ്മ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 300/3 എന്ന് വരും. 100. ഒരു പെയറിന്റെ സമ്മ് 100 ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം 30 ആണെന്ന് അറിയാം. അപ്പോൾ
ഒരു പേരിന്റെ സമ്മ് 30ഉം ലാസ്റ്റ് ടേമും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടണം. അപ്പൊ 70ഉം 30ഉം 100ആയി. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? ഫസ്റ്റ് ടേമും നമുക്ക് കിട്ടി. ഇതെന്താണ്? ഇതേതാ ടേം? സിക്സ്ത് ടേമും നമുക്ക് കിട്ടി. എത്രയാണെന്ന്? 70 എന്ന് കിട്ടി. നമുക്ക് ഇതിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ടേമിന്റെ കൂടെ 5d ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? സിക്സ്ത് ടേം കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് ടേം ആയിട്ടുള്ള 13ന്റെ കൂടെ 5d ആഡ് ചെയ്തപ്പോൾ നമുക്ക് 70 കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ 5d എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 മൈനസ് 30 എന്ന് വരും, 40 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഒന്ന് d എന്ത് ചെയ്താൽ മതി? 40/5 എന്ന് വരും. എന്ത് വരും? 8. അപ്പൊ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും മക്കളെ? 8 ആയിരിക്കും നമ്മുടെ കോമൺ ഡിഫറൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 8 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. ഫസ്റ്റ് ടേം നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഫസ്റ്റ് ടേം നമുക്കറിയാം എത്രയാണെന്ന്? 30. അടുത്ത ടേം എന്ത് വരും? 30 8 38. അടുത്ത എന്ത് വരും? 38 കൂടെ വീണ്ടും 8 ആഡ് ചെയ്യുക, 46. 46 കൂടെ 8 ആഡ് ചെയ്ത് 54. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും കേട്ടോ. ഇതാണ് നാലാമത്തേന് ആൻസർ. അപ്പൊ ഇതുവരെ എല്ലാം ക്ലിയർ ആണ് കരുതുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ താങ്ക് യു.